ചെറുപ്പം മുതൽ തന്നെ നമ്മളൊക്കെ കേട്ട് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതൊന്ന് കേൾക്കാം നമുക്ക്. ഒന്ന് പറഞ്ഞു പാസ്റ്ററെ. കഴിഞ്ഞ ദിവസം ഒരാളുമായി സംസാരിച്ചപ്പോൾ അത് കറക്റ്റാ, അത് ഞാനും തന്നെ അംഗീകരിക്കുന്ന ആളാണ്. ചില പറയുന്നുണ്ട് ദൈവദാസന്മാരെ ആരും കരയിപ്പിക്കരുത്. നമ്മൾ പറയും ദൈവദാസനെ കരയിപ്പിച്ചാൽ നീ വേദനിക്കുമെന്നോ നീ അനുഭവിക്കുമെന്നോ അല്ലെങ്കിൽ നിന്റെ തലമുറ ശപിക്കപ്പെടുമെന്നോ ഒക്കെ ആയിരിക്കും. അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഇന്നും ഞങ്ങളെപ്പോലെയുള്ളവരെ എന്താ പറയുന്നത്, നന്നായി ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, നന്നായി സഭയെ പരിപാലിക്കുന്ന, നന്നായി ദേശത്തിൽ അധ്വാനിക്കുന്ന, ക്രിസ്തുവിൽ നന്നായി അധ്വാനിക്കുന്ന ജീവിതം മാത്രമേ ഉള്ളവരെ ഞങ്ങൾ ഇന്നും ഭക്തിയോടെ തന്നെയാണ് കാണുന്നത്. പക്ഷേങ്കിൽ അതിന് വിരോധമായിട്ട് എന്തെങ്കിലും കാണുമ്പോഴല്ലേ ജനം എന്തെങ്കിലുമൊക്കെ പറയുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഞങ്ങളെ ചിന്തിപ്പിച്ചത് അതെല്ലാം. ഇതിനൊരു മറുഭാഗമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഒരു നാണയത്തിൽ രണ്ട് വശമുണ്ടെങ്കിൽ അതിന് മറുഭാഗമുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് പറഞ്ഞു. ദൈവദാസനും ആരെയും കരയിപ്പിക്കരുത്. അതാണ് പോയിന്റ്. കാരണം ദൈവവചനത്തിൽ ആവർത്തനം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നിനക്ക് വിരോധമായി ഒരുവൻ വന്ന് യഹോവയോട് നിലവിളിച്ചിട്ട് അത് നിനക്ക് പാപകാരണമായി തീരാതിരിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവീൻ. കാരണം ദൈവവചനം എന്ന് പറയുന്നത് ഇത് ഇരുവായുധമുള്ള ആളല്ലേ. ദൈവദാസനെ ദൈവമക്കളും കരയിപ്പിക്കരുത്, ദൈവദാസന്മാര് ദൈവമക്കളെ. പക്ഷെ രണ്ടാമത് പറഞ്ഞത് ഞങ്ങൾ ഉപദേശമാര് പറയുകയല്ല. ശരിയാ, അത് ഞങ്ങളും ഇന്നുവരെ ആരും പ്രസംഗിച്ചത് കേട്ടിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തുകൊണ്ടാണ് ഇത് ഞങ്ങളും സമ്മതിക്കുന്നത്. പുതിയ നിയമത്തിലുണ്ട് വചനം. ഞാൻ നിമിത്തം ഒരുത്തൻ ഒടുങ്ങി പോകരുത്, ഞാൻ മുഖാന്തരം ഒരുത്തൻ പിന്മാറരുത്, ഞാൻ ഒരു നിമിത്തം ഒരു കുടുംബ സമയം പോകരുത്. അവർ അടുത്ത സമയം പോകുന്ന വിശ്വാസമാർഗത്തിൽ നിന്ന് പോകരുതെന്ന്. നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തി, ഇടപാട്, സമീപനം, സഹകരണ നിമിത്തം അവൻ മറ്റൊരു വ്യക്തി ഞരങ്ങരുത്. ഉദാഹരണം, ഇപ്പം ദൈവദാസൻ പറയും, കർത്താവ് ഒരു പേരങ്ങ് പറയുകയാണ്, പറഞ്ഞരുതേ, ജോർജാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്, കർത്താവ് ഒറ്റ കൂട്ടം മുടക്കില്ല, ആരാധനയ്ക്ക് വരുമല്ലോ, എന്നാൽ കൈയടിക്കും, പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കും, ദൈവമക്കളെയും ദൈവദാസന്മാരെയും ദൈവസഭയെ മാനിക്കുകയും ആദരിക്കാൻ തന്റെ ഭവനവും തന്റെ കുഞ്ഞുങ്ങളും താനും സഭയ്ക്ക് ഒരു മുതൽക്കൂട്ട, ദൈവമേ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തണം, ആരോഗ്യം കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കണം. ഉദാഹരണം. എന്നാൽ ചിലർ അങ്ങനല്ല, കർത്താവ് കുറച്ച് ജോർജ് വന്നിട്ടുണ്ട്, നാവിനെ ബന്ധിക്കണേ, നീ സിംഹത്തിന്റെ വായ അടച്ച ദൈവമാണ്, കഴിഞ്ഞ ആഴ്ചയും വന്ന് കുരുക്കൊപ്പിച്ച വൈത്തോടെ വന്നിട്ടുണ്ട്, ദൈവമേ അക്ഷരം വേണ്ടാൻ അനുവദിക്കും, ഒന്നെങ്കിൽ ജോർജിനെ എടുക്കണല്ലേ, ഇവിടുന്ന് എന്നെ അങ്ങനെ പ്രാർത്ഥിപ്പിക്കരുത്. അല്ല, ഞങ്ങളെക്കുറിച്ച് നിങ്ങളും അങ്ങനെ ആയിരിക്കണം. ദൈവമേ കർത്താവിന്റെ ദാസനായിരിക്കുന്നു, ശുശ്രൂഷകരുടെ അനുഗ്രഹമാണ്, തന്റെ പാഠ ഉപദേശം പ്രസംഗം ജീവിതം ആമേ ശുശ്രൂഷ അനേകർക്ക് വിടുതല, ആമേ സ്വന്തം ദീർഘായുസ് കൊടുക്കണം, താൻ ആരാധിക്കുക, പാടുകയും പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, യാഗിരിക്കുക ചെയ്യും. ദൈവമക്കൾക്ക് ദേശത്തിന് ഒരു അനുഗ്രഹമാണ്. താൻ വന്നത് പിന്നെ സഭയുടെ മുഖച്ചായിക്ക് മാറ്റം വന്നു, ആത്മാക്കൾ വിടിവിക്കപ്പെട്ടു, സ്നാനം നടന്നു, അനേകർ മാനസാന്തരപ്പെട്ടു, സഭ ഉണർത്തപ്പെട്ടു. നിന്റെ ദാസനെ ശക്തീകരിക്കണം, അതായിരിക്കണം പ്രാർത്ഥന. ഇത് അങ്ങനല്ലല്ലോ ചിലടത്ത്. ദൈവമേ എങ്ങനെ 3 കൊല്ലം തള്ളി നീക്കുമെന്ന് അറിയത്തില്ല, വന്നല്ലോ, ദൈവമേ പറിച്ചു മാറ്റണേ. അധികം നാളോടെ നിൽക്കാൻ അന്യോന്യം പ്രാർത്ഥിക്കുമ്പോൾ പ്രേരണ വർദ്ധിക്കണം. സ്വർഗത്തിലുള്ള സകല അധികാരം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും കാണാതെ ആത്മമണ്ഡലത്തിൽ പിടിച്ചു കെട്ടി നാവിനെ ബന്ധിക്കുന്ന ഇഷ്ടം പോലെ പാസ്റ്റർമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പാസ്റ്റർമാർ നിമിത്തം ഒടുങ്ങിപ്പോയ വിശ്വാസികൾ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് ചുറ്റുപാടുമുണ്ട്. ആത്മാവിന്റെ ഐക്യതയിൽ വെളിപ്പെടാത്തത് ഒന്നും ദൈവിക ശുശ്രൂഷയാണെന്നുള്ളത് ഞങ്ങൾ അംഗീകരിച്ച് തരികയുമില്ല. അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര 40 ഇരുന്നാലും എത്ര 21 ഇരുന്നാലും ജനത്തിന് യാതൊരു വിടുതലുമില്ല. സഭകൾ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വിശ്വാസികളും ബന്ധനത്തിൽ തന്നെ തുടരുന്നു.